അഭിമാനവും സന്തോഷവും തോന്നുന്നു. കണ്ടല്ലേ നിങ്ങൾ 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? സന്തോഷം കേട്ടോ. വെറൈറ്റി മീഡിയക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇന്നലത്തെ ഒരു സ്കൂളിലെ പ്രോഗ്രാമിന് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെയും നിങ്ങൾ കവർ ചെയ്തു. വളരെയധികം സന്തോഷം. കുറച്ച് ലേറ്റ് ആയാലും നാടിൻ്റെ സ്നേഹവും ആദരവും ഒക്കെ നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ഇനി എന്താ ഭാവി പരിപാടികളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമകളൊക്കെയാണ് മോഹം, ലക്ഷ്യം. അതിലോട്ടുള്ള വഴികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ പ്രോജക്റ്റിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും കൺഫേം ആയില്ല, റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും വിളിച്ചിരുന്നു. ഞാനങ്ങനെ എല്ലാവർക്കും ഒന്നും വിളിച്ചിട്ടില്ല, നല്ല സമയം കിട്ടിയിട്ടില്ല. അനീഷ് ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ വിളിക്കും. ബാക്കിയുള്ളവർ 1-2 പ്രാവശ്യം. ഇപ്പോഴും അനീഷായിട്ടുള്ള സൗഹൃദം നല്ല രീതിക്ക് ഉണ്ടാവും. ബിഗ് ബോസ് അനീഷായിട്ടുള്ള സൗഹൃദം ബിഗ് ബോസിലുള്ള പോലെ തന്നെ ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും. ഒരു ദിവസം 3-4 പ്രാവശ്യം അനീഷ് വിളിക്കാറുണ്ട്. അനീഷിൻ്റെ കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാറുണ്ട്. ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിൽക്കുന്നതിലേറെ കൂടുതൽ സൗഹൃദം ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രണ്ടുപേരും ബോണ്ടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു. അതെ, ഇപ്പോഴും അതിലിപ്പോഴുണ്ട്. അതൊന്നൊരു ഫേക്ക് അല്ല എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ഇടപഴകലുകൾ. എന്തായാലും വളരെയധികം സന്തോഷം. എനിക്ക് നല്ലൊരു സുഹൃത്തിനെ തന്നു ബിഗ് ബോസ്. അതിൻ്റെ സന്തോഷത്തിലാണ്. താങ്ക് യു. പിന്നെ അക്ബറൊക്കെ നല്ല പിള്ളേരാണ്. അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇട്ടൊന്ന് കൂടണം, സമയം കിട്ടി എല്ലാം കൂടണം. ഈ തിരക്കിൻ്റെ ഇടയിൽ ഒക്കെ തിരക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പോയി കാണണം, എല്ലാവരും ഒന്ന് മീറ്റപ്പ് ചെയ്യണം, മീറ്റപ്പിൽ പങ്കെടുക്കണം. എല്ലാവരോടും സ്നേഹം മാത്രം, സന്തോഷമാണ്. ഓക്കെടാ. സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താ നല്ലൊരു കൈയുടെ. ഇത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല, ഇത് നമുക്ക് മാത്രമാണ് കിട്ടിയത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എനിക്ക് ലാലേട്ടൻ്റെ ഒരു മുത്തം കിട്ടി, ഒരു ഉമ്മ കിട്ടി. അതിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. പിന്നെ സുലൈമാനെ കണ്ടപ്പോഴാണ് എണീറ്റുന്നപ്പോഴാണ് കണ്ടത്. എൻ്റെ ഈ പണ്ടും ഇന്നും എന്നും ഇന്ന് പോലും എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ ഇതിൽ. എൻ്റെ ഷാനുവിൻ്റെ ഈ ഒരു മറ്റേ ഉയർച്ചയിൽ അഭിമാനം കൊള്ളുന്നു, സന്തോഷമുണ്ട്, എല്ലാവിധ ആശംസ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെന്നെ അച്ചീവ്മെന്റ്സ് ഉണ്ടായാലും എന്തെന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ സുലൈമാക്കാൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വരാറുണ്ട്. താങ്ക് യു സുലൈമാക്ക, താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ നമ്മളെ എന്താ പറയാ, കലാലയ, ഗാലക്സി, സ്കൈവേവ്, ഇവരുടെ ആരോടും നന്ദി പറഞ്ഞ എനിക്ക് തീരില്ല. ഞാൻ എടുത്തു പറയാത്തത്. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടു കൂടി എനിക്ക് വേണ്ടി ഈ ഒരു സ്വീകരണ പരിപാടി നടത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട്. എല്ലാരോടും സ്നേഹം മാത്രം, എല്ലാരോടും നന്ദി മാത്രം. താങ്ക് യു സോ മച്ച്. ഷാനിക്ക, ഒരു മിനിറ്റ്